അമേരിക്കൻ മുൻ പ്രസിഡന്റും പ്രമുഖ രാഷ്ട്രീയ നേതാവുമായ ഡൊണാൾഡ് ട്രംപിന്റെ ശാരീരികവും മാനസികവുമായ ആരോഗ്യനില വഷളാകുന്നു എന്ന റിപ്പോർട്ടുകൾ ആഗോള രാഷ്ട്രീയ വൃത്തങ്ങളിൽ വലിയ ചർച്ചയായി മാറുകയാണ്. മുതിർന്ന പ്രമുഖ രാഷ്ട്രീയ നിരീക്ഷകനായ ആൻഡ്രൂ നീൽ ഡെയിലി മെയിലിൽ എഴുതിയ ലേഖനത്തിലാണ് ട്രംപിന്റെ നിലവിലെ അവസ്ഥയെക്കുറിച്ച് ആശങ്കയുണർത്തുന്ന വെളിപ്പെടുത്തലുകൾ നടത്തിയത്. വാഷിംഗ്ടണിലെ ഔദ്യോഗിക വൃത്തങ്ങളെ ഉദ്ധരിച്ചാണ് ആൻഡ്രൂ നീൽ ഈ ഗൗരവമായ വാദങ്ങൾ ഉന്നയിച്ചത്. ട്രംപ് ജനങ്ങൾക്ക് മുൻപിൽ പ്രദർശിപ്പിക്കുന്നതിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ ഒരു ശാരീരിക മാനസിക തകർച്ചയിലാണ് ഇപ്പോൾ അദ്ദേഹം ഉള്ളതെന്നാണ് ആർട്ടിക്കിളിൽ പ്രധാനമായും ആരോപിക്കുന്നത്. പദവിയുടെ കടുത്ത ഭാരവും ഒപ്പം ഇറാനുമായി നിലനിൽക്കുന്ന കടുത്ത അന്താരാഷ്ട്ര സംഘർഷങ്ങളും ട്രംപിന്റെ മാനസികാരോഗ്യത്തെയും ശാരീരിക ക്ഷമതയെയും സാരമായി ബാധിച്ചിട്ടുണ്ടെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട്. ആഗോളതലത്തിലെ സങ്കീർണമായ രാഷ്ട്രീയ പ്രതിസന്ധികൾ കൈകാര്യം ചെയ്യുന്നതിലെ സമ്മർദ്ദം അദ്ദേഹത്തെ പെട്ടെന്ന് തളർത്തുന്നുണ്ട് എന്നാണ് നീൽ ഉന്നയിക്കുന്ന ആരോപണം. ജനമധ്യത്തിലും ഔദ്യോഗിക കൂടിക്കാഴ്ചകളിലും ട്രംപ് കാണിക്കുന്ന വാർദ്ധക്യ സഹജമായ വീഴ്ചകളും ശ്രദ്ധക്കുറവുമാണ് ഈ നിരീക്ഷണങ്ങൾക്ക് അടിസ്ഥാനമെന്ന് പറയപ്പെടുന്നുണ്ട്. മുൻകാലങ്ങളെ അപേക്ഷിച്ച് ഓർമ്മക്കുറവും വാക്കുകൾ തെരഞ്ഞെടുക്കുന്നതിലുണ്ടാകുന്ന പിഴവുകളും വർദ്ധിച്ചതായി അദ്ദേഹവുമായി അടുത്ത കേന്ദ്രങ്ങൾ വ്യക്തമാക്കുന്നു. നേരത്തെ പരസ്യമായി സംസാരിക്കുമ്പോൾ ട്രംപ് കാണിച്ചിരുന്ന ആത്മവിശ്വാസവും ഊർജ്ജസ്വലതയും ഇപ്പോൾ ക്രമേണ കുറഞ്ഞു വരുന്നതായാണ് അടുത്ത നിരീക്ഷകർ പറയുന്നത്. അദ്ദേഹത്തിന്റെ പെരുമാറ്റത്തിലും ശരീരഭാഷയിലും ഇത് പ്രകടമായി കാണാമെന്നും റിപ്പോർട്ടിൽ അടിവരയിടുന്നുണ്ട്. അമേരിക്കൻ പ്രസിഡന്റിന്റെ ഈ അവസ്ഥ വെറും തെരഞ്ഞെടുപ്പുകളിലും ആഗോള രാഷ്ട്രീയ സമവാക്യങ്ങളിലും വലിയ സ്വാധീനം ചെലുത്താൻ സാധ്യതയുണ്ടെന്നാണ് രാഷ്ട്രീയ വിശകലന വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത്. തങ്ങളുടെ രാജ്യത്തിന്റെ കമാൻഡർ ഇൻ ചീഫിന്റെ ആരോഗ്യത്തെക്കുറിച്ചുള്ള ആശങ്കകൾ അമേരിക്കൻ ജനതയ്ക്കിടയിലും ഉയർന്നു വന്നിട്ടുണ്ട്. എന്നാൽ ട്രംപിന്റെ വശത്തു നിന്നോ വൈറ്റ് ഹൌസ് ഔദ്യോഗിക വൃത്തങ്ങളിൽ നിന്നോ ഈ വാദങ്ങളെ ശരിവെക്കുന്ന റിപ്പോർട്ടുകളൊന്നും ഇതുവരെ പുറത്തു വന്നിട്ടില്ല. തന്റെ ആരോഗ്യനില തൃപ്തികരമാണെന്നും ഇത്തരം വാർത്തകൾ രാഷ്ട്രീയ വൈരാഗ്യം വെച്ച് നിർമ്മിച്ചതാണെന്നുമാണ് ട്രംപിനെ അനുകൂലിക്കുന്നവരുടെ വാദം. ട്രംപിന്റെ ഓഫീസോ അടുത്ത വൃത്തങ്ങളോ അദ്ദേഹത്തിന് കർത്തവ്യങ്ങൾ നിർവഹിക്കുന്നതിന് യാതൊരുവിധ മെഡിക്കൽ തടസ്സങ്ങളുമില്ലെന്ന് ആവർത്തിച്ച് വ്യക്തമാക്കുന്നുണ്ട്. പ്രചരിക്കുന്ന വാർത്തകൾ തീർത്തും അടിസ്ഥാനരഹിതവും രാഷ്ട്രീയ ലക്ഷ്യങ്ങളോടെയുള്ളതുമാണെന്നാണ് അവർ ആരോപിക്കുന്നത്. ഈ വിവാദങ്ങൾക്കിടയിലാണ് വാഷിംഗ്ടണിലെ ഏറ്റവും ശ്രദ്ധേയമായ വൈറ്റ് ഹൌസ് കറസ്പോണ്ടൻസ് ഡിന്നറിൽ ട്രംപ് പങ്കെടുത്തത്. മാധ്യമ പ്രവർത്തകരുടെയും രാഷ്ട്രീയ നേതാക്കളുടെയും വൻനിര പങ്കെടുത്ത ഈ ചടങ്ങിലേക്ക് എല്ലാവരുടെയും കണ്ണുകൾ ട്രംപിലേക്ക് മാത്രമായിരുന്നു. തനിക്കെതിരെ ഉയർന്ന ആരോപണങ്ങൾക്കും വിമർശനങ്ങൾക്കും മറുപടി നൽകാനുള്ള വേദിയായാണ് ട്രംപ് ഈ പൊതുപരിപാടിയെ ഉപയോഗപ്പെടുത്തിയത്. അവിടെ സംസാരിക്കുമ്പോൾ തന്റെ പതിവ് ശൈലിയും തമാശകളും നിറഞ്ഞ മറുപടികളിലൂടെ മാധ്യമങ്ങളെയും എതിരാളികളെയും നേരിടാൻ അദ്ദേഹം ശ്രമിച്ചു. ഈ പൊതുപരിപാടിയിലെ ട്രംപിന്റെ പ്രകടനം സൂക്ഷ്മമായി നിരീക്ഷിച്ച വിദഗ്ധർക്ക് പക്ഷേ രണ്ട് വ്യത്യസ്ത അഭിപ്രായങ്ങളാണുള്ളത്. ചിലർ അദ്ദേഹം പഴയ പോലെ ഊർജ്ജസ്വലനാണെന്ന് വാദിക്കുമ്പോൾ മറ്റു ചിലർ ആരോപിക്കപ്പെടുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ മായ്ച്ചു കളയാൻ അദ്ദേഹം കഠിനമായി ശ്രമിക്കുകയാണെന്ന് വിലയിരുത്തുന്നു. ഇറാൻ പ്രതിസന്ധി രൂക്ഷമായിരിക്കുന്ന ഈ സമയത്ത് അമേരിക്കയുടെ നേതൃത്വത്തിൽ കടുത്ത മാനസിക സമ്മർദ്ദം പ്രകടമാകുന്നത് ആഗോള സുരക്ഷയെ തന്നെ ബാധിച്ചേക്കാമെന്ന ഭീതി പല നയതന്ത്ര വിദഗ്ധർക്കുമുണ്ട്. ഈ സാഹചര്യത്തിൽ ട്രംപിന്റെ ഓരോ നീക്കവും ലോകരാഷ്ട്രങ്ങൾ വളരെ ശ്രദ്ധയോടെയാണ് വീക്ഷിക്കുന്നത്. അമേരിക്കൻ മാധ്യമങ്ങളിലും അന്താരാഷ്ട്ര മാധ്യമങ്ങളിലും വലിയ ചർച്ചയായി മാറിയിരിക്കുന്ന ഈ വിഷയം വരുന്ന ദിവസങ്ങളിൽ കൂടുതൽ രാഷ്ട്രീയ കൊടുങ്കാറ്റുകൾക്ക് വഴിതെളിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. പ്രതിപക്ഷ പാർട്ടികളും ട്രംപിന്റെ രാഷ്ട്രീയ എതിരാളികളും ഈ റിപ്പോർട്ടുകളെ അദ്ദേഹത്തിനെതിരെ ശക്തമായ ആയുധമാക്കാനാണ് സാധ്യത. ആൻഡ്രൂ നീലിന്റെ ഡെയിലി മെയിൽ റിപ്പോർട്ട് വെറുമൊരു നിരീക്ഷണം മാത്രമല്ല, പകരം അമേരിക്കൻ ഭരണകൂടത്തിന്റെ ആന്തരികമായ അസ്ഥിരതയിലേക്കുള്ള വിരൽ ചൂണ്ടൽ കൂടിയാണെന്ന് ചില മാധ്യമങ്ങൾ വിശേഷിപ്പിക്കുന്നുണ്ട്. സുപ്രധാന പദവിയിലിരിക്കുന്ന വ്യക്തികളുടെ ആരോഗ്യനിലയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ എപ്പോഴും വലിയ സ്വാധീനം ചെലുത്താറുണ്ട്. ട്രംപിന്റെ ശാരീരിക മാനസിക ആരോഗ്യത്തെക്കുറിച്ചുള്ള ഈ പുതിയ വെളിപ്പെടുത്തലുകൾ അമേരിക്കൻ രാഷ്ട്രീയത്തിൽ വൻ ഭൂകമ്പമാണ് ഉണ്ടാക്കുന്നത്. ആരോപണങ്ങൾ ശരിയോ തെറ്റോ ആകട്ടെ, ട്രംപിന്റെ വരും ദിവസങ്ങളിലെ പൊതുജീവിതവും ഔദ്യോഗിക തീരുമാനങ്ങളും മുൻപത്തേക്കാൾ ശക്തമായി നിരീക്ഷിക്കപ്പെടുമെന്നത് ഉറപ്പാണ്.